ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി എന്നത് വെറും ഒരു പേരല്ല, മറിച്ച് വിജയത്തിന്റെ പര്യായമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഗ്രീസിൽ അദ്ദേഹം നടത്തുന്ന തേരോട്ടം കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടങ്ങളിൽ ഒന്നിനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ന്യൂസിലൻഡിനെതിരായ രണ്ടാം ഏകദിനത്തിൽ വെറും 23 റൺസിന് കോഹ്ലി പുറത്തായതോടെ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തുടർച്ചയായ 5 50+ സ്കോറുകൾക്ക് ശേഷം കോഹ്ലി നേരിട്ട ഈ തിരിച്ചടിക്ക് പിന്നിൽ സാങ്കേതികമായ പിഴവുകളാണോ അതോ ഡ്രസ്സിംഗ് റൂമിലെ പുതിയ നിർദ്ദേശങ്ങളാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. 2024 ഒക്ടോബറിൽ ആരംഭിച്ച ഓസ്ട്രേലിയൻ പര്യടനം മുതൽ വിരാട് കോഹ്ലി എന്ന ബാറ്ററുടെ പുനർജന്മമാണ് നമ്മൾ കണ്ടത്. 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ ഫോമും ആത്മവിശ്വാസവും അദ്ദേഹം വീണ്ടെടുത്തു. ഈ കാലയളവിൽ കോഹ്ലി കളിച്ച ഇന്നിംഗ്സുകൾ കേവലം റൺസുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർ താനാണെന്ന് അടിവരയിടുന്നതായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ 81 പന്തിൽ പുറത്താവാതെ നേടി 74 റൺസാണ് ഈ കുതിപ്പിന് തുടക്കമിട്ടത്. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കോഹ്ലി അക്ഷരാർത്ഥത്തിൽ ഒരു റൺ മെഷീനായി മാറി. ആദ്യ മത്സരം 120 പന്തിൽ 135 റൺസ്, രണ്ടാം മത്സരം 93 പന്തിൽ 102 റൺസ്, മൂന്നാം മത്സരം 45 പന്തിൽ പുറത്താവാതെ 65 റൺസ്. ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിലും അദ്ദേഹം ഈ ഫോം തുടർന്നു. സെഞ്ചുറിക്ക് വെറും 7 റൺസ് അകലെ അദ്ദേഹം പുറത്തായെങ്കിലും ആ ഇന്നിംഗ്സിലെ ഓരോ ഷോട്ടും അത്യധികം കൃത്യതയുള്ളതായിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അക്രമസക്തമായ ഒരു കോഹ്ലിയെയാണ് ഈ പരമ്പരകളിൽ കണ്ടത്. സാധാരണയായി വിക്കറ്റുകൾക്കിടയിലെ ഓട്ടത്തിലൂടെയും ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെയും ഇന്നിംഗ്സുകൾ പടുത്തുയർത്താൻ താല്പര്യപ്പെടുന്ന കോഹ്ലി ഇപ്പോൾ അനായാസം സിക്സറുകൾ പായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഗ്രീസിൽ നിന്ന് ഒരടി പോലും മാറാതെ വെറും കൈക്കരുത്തുകൊണ്ട് പന്ത് ഗാലറിയിൽ എത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ടൈമിംഗ് ക്രിക്കറ്റ് പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. സിക്സറുകൾ നേടുന്നതിനേക്കാൾ ഫോറുകൾ അടിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പഴയ കോഹ്ലിയിൽ നിന്നും ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽക്ക് തന്നെ ആധിപത്യം സ്ഥാപിക്കുന്ന പുതിയ കോഹ്ലിയിലേക്കുള്ള മാറ്റം ടീം ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. ന്യൂസിലൻഡുമായുള്ള രണ്ടാം ഏകദിനത്തിൽ വിരാട് കോഹ്ലി 23 റൺസിന് പുറത്തായത് സ്റ്റേഡിയത്തെ ആകെ നിശബ്ദമാക്കി. ക്രിസ്റ്റ്യൻ ക്ലാർക്കിന്റെ ബൌളിംഗിൽ പോയിന്റിലേക്ക് പന്ത് പായിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അദ്ദേഹം ബൗൾഡായത്. പന്ത് ഇൻസൈഡ് എഡ്ജായി നേരെ സ്റ്റംപിൽ പതിക്കുകയായിരുന്നു. സാധാരണ ഇത്തരം പിഴവുകൾ കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ഫോമിൽ നിൽക്കുന്ന ഒരു താരം ഇത്തരം ഒരു പന്തിൽ വിക്കറ്റ് കളഞ്ഞത് സാങ്കേതികമായ ഏതോ ഒരു മാറ്റത്തിന്റെ സൂചനയായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പരാജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പേര് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റേതാണ്. രാജ്കോട്ട് മത്സരത്തിന് മുന്നോടിയായി നെറ്റ്സിൽ പരിശീലനം നടത്തുമ്പോൾ ഗംഭീർ കോഹ്ലിക്ക് ചില ബാറ്റിംഗ് നിർദ്ദേശങ്ങൾ നൽകുന്ന വീഡിയോകൾ വൈറലായിരുന്നു. പന്ത് ഓഫ് സൈഡിലേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചും പോയിന്റ് ഏരിയയിലൂടെ റൺസ് കണ്ടെത്തുന്നതിനെ കുറിച്ചുമുള്ള ഗംഭീർ പന്ത് ഓഫ് സൈഡിലേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചും പോയിന്റ് ഏരിയയിലൂടെ റൺസ് കണ്ടെത്തുന്നതിനെ കുറിച്ചുമാണ് ഗംഭീർ സംസാരിച്ചതെന്ന് പറയപ്പെടുന്നു. അവിശ്വസനീയമായ ടൈമിങ്ങോ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിന് ഈ ഘട്ടത്തിൽ ഇത്തരം ഉപദേശങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നതാണ് പ്രധാന ചോദ്യം. ഗംഭീർ നിർദ്ദേശിച്ച അതേ രീതിയിലുള്ള ഷോട്ടിന് ശ്രമിച്ചാണ് കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ പുറത്തായതെന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ഇതിനെയാണ് ആരാധകർ ഗംഭീർ എഫക്ട് എന്ന് വിളിക്കുന്നത്. അനാവശ്യമായ സാങ്കേതിക മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചത് കോഹ്ലിയുടെ സ്വാഭാവികമായ ബാറ്റിംഗ് ഒഴുക്കിനെ ബാധിച്ചുവെന്ന് വിമർശകർ ഉറച്ചു വിശ്വസിക്കുന്നു. ക്രിക്കറ്റിൽ ഒരു ബാറ്റർ മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മസ്തിഷ്കം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. ആ സമയത്ത് ബാറ്റിംഗ് ഗ്രിപ്പിലോ സ്റ്റാൻസിലോ ചെറിയ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് പോലും അപകടകരമാണ്. ഗംഭീർ നൽകിയ ടിപ്സുകൾ കോഹ്ലിയെ കൺഫ്യൂഷനിലാക്കി എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മികച്ച രീതിയിൽ പന്ത് കണ്ട് കളിച്ചിരുന്ന താരം പെട്ടെന്ന് മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഷോട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ബന്ധം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. IPL മൈതാനങ്ങളിലെ തർക്കങ്ങൾ മുതൽ ഇന്ത്യൻ ടീമിലെ ഗുരുശിഷ്യ ബന്ധം വരെ അത് നീളുന്നു. ഗംഭീർ കോച്ചായി വന്നതിന് ശേഷം കോഹ്ലിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിലും അതിപ്രഗത്ഭരായ ബാറ്റർമാരുടെ ബാറ്റിംഗ് രീതിയിൽ പരിശീലകർ അമിതമായി ഇടപെടുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മുൻപ് പല വിദേശ താരങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോഹ്ലിയെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു താരത്തിന് തന്റെ ഗെയിം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായ ധാരണയുമുണ്ട്. ഈ ഒരു പരാജയം കൊണ്ട് വിരാട് കോഹ്ലി എന്ന താരത്തെ വിലയിരുത്താൻ സാധിക്കില്ല. അദ്ദേഹം നേരിട്ടത് ഒരു ഫ്ലോപ്പ് ഷോ ആണെന്ന് പറയാമെങ്കിലും അദ്ദേഹത്തിന്റെ ക്ലാസ് ഇന്നും ലോകോത്തരമാണ്. ന്യൂസിലൻഡുമായുള്ള പരമ്പരയിലെ അവസാന മത്സരം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. ഗംഭീറിന്റെ നിർദ്ദേശങ്ങൾ മാറ്റിവെച്ച് തന്റെ ഉള്ളിലെ സ്വാഭാവികമായ ഒരു റൺ മെഷീനെ പുറത്തെടുക്കാൻ കോഹ്ലിക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ പിച്ചുകളിൽ കോഹ്ലിക്ക് സെഞ്ചുറികൾ നേടുന്നത് അത്ര പ്രയാസകരമായ കാര്യമല്ല. രാജ്കോട്ടിലെ പിഴവുകൾ തിരുത്തി അത് ഗ്രീസിൽ എത്തിയാൽ അത് കിവീസ് ബൗളർമാർക്ക് വലിയ ഭീഷണിയാകും. ഗംഭീർ നൽകിയ ടിപ്സുകൾ കോഹ്ലി എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ഇന്നിംഗ്സുകൾ. വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ഫോം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അനാവശ്യമായ ഉപദേശങ്ങൾ വഴി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കാതെ സ്വതന്ത്രമായി ബാറ്റ് ചെയ്യാൻ കോച്ച് ഗംഭീർ അനുവാദം നൽകേണ്ടതുണ്ട്. ഒരു മത്സരത്തിലെ പരാജയം ആർക്കും സംഭവിക്കാവുന്നതാണെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ കോഹ്ലി തന്റെ പഴയ ശൈലിയിലേക്ക് തന്നെ മടങ്ങിയെത്തണം. ഞായറാഴ്ചത്തെ മത്സരത്തിൽ കോഹ്ലി ഒരു വലിയ സ്കോർ കണ്ടെത്തുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളുടെ പ്രതീക്ഷ.